അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിക്കൽ ബേസിസിലേക്കാണ്. നമ്മൾ ലോബ്സ് ഓഫ് ബ്രെയിനിനെ കുറിച്ചാണ് നോക്കുന്നത്. വളരെ കട്ട് ഷോർട്ടായിട്ട് എന്തൊക്കെയാണ്, ഏതൊക്കെ ലോബുകളാണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമുക്ക് നോക്കാനുള്ളൂ. അപ്പം നേരെ പോവാം. യെസ്, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാൻ പോകും പോലെ തലച്ചോറുള്ള മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് ബ്രെയിൻ, അല്ലെങ്കിൽ ഒരു പാർട്ടാണ് ബ്രെയിൻ. എന്താണ്, നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മളെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന ഒരു എവിഡൻ്റ് ആയിട്ടുള്ള പല കഴിവുകളും എവിടെയാണുള്ളത്? നമ്മുടെ ആ ഒരു ബ്രെയിൻ അവിടെ ഉണ്ട്. ബ്രെയിൻ ഒരു മാസ്റ്ററായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു എവിഡൻ്റ് ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ ഇടയിൽ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത്. റൈറ്റ്? യെസ്. അപ്പോൾ ആ ഒരു ബ്രെയിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. മെയിനായിട്ടും ബ്രെയിൻ എന്ന് പറയുന്നതിൽ 4 ലോബുകളാണ് പഠിക്കാനുള്ളത്. ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഇറ്റ്സ് ഓൾസോ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഓർഗനാണ് ഹ്യൂമൻ ബോഡിയിലെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രെയിൻ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ബ്രെയിനിൻ്റെ ചുറ്റുമുള്ള ആവരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? നമ്മൾ പലയിടത്തായിട്ട് അത് കണ്ടിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ ടു ദ പോയിന്റ് നമ്മൾ നോക്കുന്നത് ലോബുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോംപ്ലക്സിറ്റീനെ കുറച്ചും കൂടെ ഈസിയസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഹ്യൂമൻ ബ്രെയിനിനെ തിരിച്ചിട്ടുള്ളത്. ആ ബ്രെയിനെയാണ്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലോബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കോംപ്ലക്സിറ്റീനെ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതും സെറിബ്രൽ കോർട്ടെക്സിനെയാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ദ സെറിബ്രൽ കോർട്ടെക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 4 സെക്ഷൻസ്. സെറിബ്രൽ കോർട്ടെക്സ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ തന്നെ വിച്ച് ആർ നോൺ ആസ് 4 ലോബ്സ് ഉണ്ട്. ആ ലോബുകൾ എന്നാണ് അതിനറിയപ്പെടുന്നത്. സെറിബ്രൽ കോർട്ടെക്സിനെയാണ് നമ്മൾ 4ആയിട്ട് ഭാഗിച്ചിട്ടുള്ളത്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളത് കൊണ്ടും അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഹ്യൂമൻ ബോഡിയിലെ ഒരു ഓർഗനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. യെസ്, ഏതൊക്കെയാണ്? 1 ഫ്രണ്ടൽ ലോബ്, 2 parietal lobe, 3 occipital lobe and temporal lobe. ഓക്കെ, എവിടെയൊക്കെയാണ്? ഫ്രണ്ടലിന് തൊട്ട് പുറകെ നമുക്ക് നോക്കാം അല്ലേ? യെസ്, നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ടൽ, പരേറ്റൽ, ഓക്സിപിറ്റൽ ആൻഡ് ടെമ്പോറൽ, ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻസ് വരുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ബ്രെയിനിൻ്റെ പോർഷൻസ് വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. എൻ്റെ ഇമേജ് കുറച്ചൊന്ന് നീങ്ങിപ്പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ദിസ് ഈസ് ഫ്രണ്ടൽ ലോബ്. ഫ്രണ്ടൽ പാർട്ട് വരുന്നത് ഈ ഭാഗമാണ് ഫ്രണ്ടൽ ലോബായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ദ സെക്കൻഡ് ഇസ് പരേറ്റൽ ലോബ്. പരേറ്റൽ ഇവിടെ സെൻട്രലായിട്ടാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഓക്സിപിറ്റൽ ലോബ് നമ്മളെ താഴേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു സെറിബ്രൽ കോർട്ടെക്സിൻ്റെ അവസാന ഭാഗമായിട്ട് വരുന്നതാണ് ഓക്സിപിറ്റൽ ലോബ്. ഇവിടെയാണ് നമ്മുടെ നേരെ കണ്ണിൻ്റെ പാത്വേ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ഇനി വരുന്നതാണ് ടെമ്പോറൽ ലോബ്. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടെമ്പോറൽ ലോബ്സ് വരുന്നത്. യെസ്, ഇങ്ങനെയാണ് നമ്മുടെ 4 ലോബുകളെ ബ്രെയിനിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, സെക്ഷൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോന്നും ഓരോ ഫങ്ഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് മെയിൻ കാര്യങ്ങളെന്നൊന്ന് ഇവിടുന്ന് വായിച്ചു നോക്കാം. ഓക്കെ, യാ, ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടൽ ലോബിനെ നോക്കാം. ഫ്രണ്ടൽ ലോബ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ ഫ്രണ്ട് പോർഷനിലാണ് വരുന്നത്. ബ്രെയിനിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നതാണ് ഫ്രണ്ടൽ ലോബ്. ആൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റീസണിങ്. ഒന്ന് നോക്കണേ. റീസണിങ്, മോട്ടോർ സ്കിൽസ്, ഹയർ ലെവൽ കൊഗ്നിഷൻ ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ്. ഇതേപോലെ എഴുതിയാൽ മതി. നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എഴുതിയാൽ മതി. കൃത്യമായിട്ട് ഇത് കട്ട് ഷോർട്ട് ആക്കിയിട്ടുള്ള വന്നതാണ്. അതായത് എന്തൊക്കെയാണ് റീസൺ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടെ വരുന്നത്, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്നാണ് നമ്മൾ പറയുന്നത്. ലൊക്കേറ്റഡ് ഇൻ ദ ഫ്രണ്ട്, ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ് വരുന്നത്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അസോസിയേറ്റഡ് വിത്ത് ഒന്നാമത്തെ പോയിന്റ് ആണ് റീസണിങ് നടക്കുന്നത് നമ്മുടെ ഫ്രണ്ടൽ ലോബായിട്ടാണ്. മോട്ടോർ സ്കിൽസ്, പിന്നെ വരുന്നതോ ഹയർ ലെവൽ കൊഗ്നിഷൻസ് ഇവിടെയാണ് വരുന്നത്. ആൻഡ് എക്സ്പ്രസീവ് ആയിട്ടുള്ള ലാംഗ്വേജ്, ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നതും ഫ്രണ്ടൽ ലോബി വെച്ചിട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിലേ കവികളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്. യെസ്, അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ വരുന്നത് നമ്മളെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഓക്കെ, ഫ്രണ്ടൽ ലോബിലാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പരേറ്റൽ ലോബിനെ കുറിച്ചാണ്.
പരേറ്റൽ ലോബ് എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ഇൻ ദ മിഡിൽ സെക്ഷനിലാണ് വരുന്നത്. അതായത് ഓക്സിപിറ്റലിന്റെയും ഫ്രണ്ടലിന്റെയും ഇടയിലുള്ള ഭാഗത്താണ് പരേറ്റൽ വരുന്നത്. ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രോസസിംഗ് ഓഫ് ടാക്ടിക്കൽ സെൻസറി ഇൻഫർമേഷൻസ് സച്ചസ് പ്രഷർ, ടച്ച് ആൻഡ് പെയിൻ. പ്രഷർ, ടച്ച്, പെയിൻ ഇതെല്ലാം വരുന്നത് എവിടെയാ? ഇവിടെ. അപ്പം നമുക്ക് എന്തെങ്കിലും പറ്റുക അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ തല വെക്കാറില്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി, അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ടച്ച്, പ്രഷർ, പെയിൻ ഇതെല്ലാം വരുന്നത് എവിടെയാണ്? പരേറ്റൽ ലോബാണ് അതിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റീസണിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? റീസണിങ്, മോട്ടോർ സ്കിൽസ് ഇതൊക്കെ വരുന്നത് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഒക്കെ ഫ്രണ്ടൽ ലോബിലാണ്. പരേറ്റലിലേക്ക് എത്തുമ്പോൾ ടച്ച്, പെയിന്, പ്രഷർ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പരേറ്റൽ ലോബും കണ്ടു. ഇനി മൂന്നാമത്തേതായിട്ട് നമുക്ക് പറയാനുള്ളത് ടെമ്പോറൽ ലോബിനെയാണ്. ടെമ്പോറൽ ലോബ് എന്താ വരുന്നത്? ലൊക്കേറ്റഡ് ഇൻ ദ ബോട്ടം സെഷൻസ് ഓഫ് ദി ബ്രെയിൻ. ഈ ഒരു ബോട്ടം സെഷനിലാണ്, ഈ രണ്ട് സൈഡിലായിട്ട് ബോട്ടം സെഷനിലായിട്ടാണ് ബ്രെയിനിൻ്റെ കോർട്ടെക്സ് ഏരിയയുടെ ബോട്ടം സെഷനിലായിട്ടാണ് ആര് വരുന്നത്? ടെമ്പോറൽ ലോബ് വരുന്നത്. അപ്പോൾ ഈ ടെമ്പോറൽ ലോബ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് എന്നുകൂടി ഇത് ഈ ഒരു നമ്മുടെ പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ടെമ്പോറൽ ലോബിലാണ്. ഓഡിറ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻ്റർപ്രെറ്റിംഗ് സൗണ്ട്സ് ആൻഡ് ലാംഗ്വേജ് വി ഹിയർ. നമ്മളുടെ ടെമ്പോറൽ ലോബിന് അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? നമുക്ക് എന്തെങ്കിലും പറയുന്നത് ലാംഗ്വേജസ് മനസ്സിലാക്കാനോ അത് ലാംഗ്വേജ് നമ്മൾ കേൾക്കുന്നതിനെ മനസ്സിലാക്കി ഒരു ഓഡിറ്ററി ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. ടെമ്പോറൽ ലോബിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് വരുന്നത് എവിടെയാണ്? ടെമ്പോറൽ ലോബിലാണ്. അപ്പോൾ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻ്റർപ്രെറ്റിംഗ് സൗണ്ട്സ് ആൻഡ് ദ ലാംഗ്വേജസ് വി ഹിയർ. നമ്മൾ കേൾക്കുന്ന എല്ലാ ലാംഗ്വേജസും അവിടെ പ്രോസസ്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടെമ്പോറൽ ലോബിനെയും കുറിച്ചും കണ്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് കണ്ടു, ഫ്രണ്ടൽ ലോബ് കണ്ടു. ഫ്രണ്ടൽ ലോബിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? റീസണിങ് ഉണ്ട്, മോട്ടോർ സ്കിൽസ് ഉണ്ട്, കോഗ്നിഷൻ, ഹയർ ലെവൽ കോഗ്നിഷൻസ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ദെൻ പരേറ്റൽ ലോബിലോ? പരേറ്റൽ ലോബിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തുണ്ട്? ടച്ച്, പെയിന്, പ്രഷർ. ടച്ച്, പെയിന്, പ്രഷർ. ടച്ച്, പെയിന്, പ്രഷർ. TPP. ടച്ച്, പെയിന്, പ്രഷർ. ഓക്കെ. പിന്നെ വരുന്ന ടെമ്പോറൽ ലോബിലേക്ക് വരുമ്പോൾ പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ്. ഇവിടെയാണെന്ന് പറഞ്ഞില്ലേ, ഇവിടെ എന്താ ഉള്ളത്? ചെവിയുണ്ട്. അപ്പോൾ ചെവിയുമായി കണക്ട് ചെയ്യാം. നമ്മുടെ പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് കംപ്ലീറ്റ്ലി കണക്ട് ആയിട്ട് കിടക്കുന്നത് ടെമ്പോറൽ ലോബുമായിട്ടാണ്. അവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഓഡിറ്ററി, നമ്മുടെ സൗണ്ട് കേൾക്കാനുള്ള നമ്മുടെ കഴിവിനെ അത് നന്നായിട്ട് ബാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ആരെയാണ്? ഓക്സിപിറ്റൽ ലോബ്. ഫോർത്ത് വൺ ഓക്സിപിറ്റൽ ലോബാണ് ഇവിടെ വരുന്നത്. ഓക്സിപിറ്റൽ ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പോർഷൻ ആണ്. ബാക്ക് പോർഷൻ ഓഫ് ദി ബ്രെയിൻ ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ഇൻ്റർപ്രെറ്റിംഗ് വിഷ്വൽ സ്റ്റിമുലി ആൻഡ് ഇൻഫർമേഷൻ. നമ്മുടെ കണ്ണിൻ്റെ നമ്മൾ വിഷ്വൽ പാത്വേ പഠിക്കുമ്പോൾ നേരെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് നേരെ എത്തുന്ന കോർട്ടെക്സ് എന്ന് പറയുന്നത്, വിഷ്വൽ കോർട്ടെക്സ് വരുന്നത് എവിടെയാണ്? ഓക്സിപിറ്റൽ ലോബിലേക്കാണ്. ദാറ്റ് ഇസ് ദിസ് സൈഡ്, ബാക്ക് സൈഡിലേക്ക് വരുന്ന ബാക്ക് പോർഷനിൽ വരുന്നതാണ് ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയുന്നത്. ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് അവർ ഈ വിഷ്വൽ കാര്യങ്ങളുമായി വിഷ്വൽ സ്റ്റിമുലീസ് ഒക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഓക്സിപിറ്റൽ ലോബിലാണ്. യെസ്, പ്രൈമറി വിഷ്വൽ കോർട്ടെക്സും അതുപോലെ വിച്ച് ഇസ് receive and interpret information from the retinas of the eyes is located in the occipital lobe. പ്രൈമറി നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു എന്ത്? പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് ഉണ്ടെന്ന്. അതുപോലെ നമ്മുടെ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് ഇരിക്കുന്നത് ഓക്സിപിറ്റൽ ലോബിലാണ്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ടെമ്പോറൽ ലോബിൽ ഓഡിറ്ററി കോർട്ടെക്സ് ഉള്ളതുപോലെ ഓക്സിപിറ്റൽ ലോബിലാണ് വിഷ്വൽ കോർട്ടെക്സ് ഉള്ളത്. ഐ ഈസ് റിലേറ്റഡ് ടു occipital lobe. Ears are നമ്മുടെ ഓഡിറ്ററി കോർട്ടെക്സ് റിലേറ്റഡ് ടു ടെമ്പോറൽ ലോബ്സ്. ഓക്കെ, ഇതിന് രണ്ടിൻ്റെയും കോർട്ടെക്സ് ഇരിക്കുന്നത് എവിടെയാണ്? രണ്ടിൻ്റെയും കോർട്ടെക്സ് ഇരിക്കുന്നത് ഒരെണ്ണത്തിൻ്റെത് ഓക്സിപിറ്റലിലാണ്, ഒരെണ്ണത്തിൻ്റെത് ടെമ്പോറലിലാണ്. ഓക്കെ, മെയിൻ പോയിന്റ്സ് ആണിത്. മെയിനായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ലോബ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഡീപ്പായിട്ട് ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. സോ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്, ഇപ്പം തന്നെ അത് ക്യാച്ച് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്നും കൂടി ഒന്ന് ഓടിച്ചു വിടാം. ഫ്രണ്ടൽ ലോബ്, ഫ്രണ്ട് പോർഷൻ ഓഫ് ദ ബ്രെയിൻ. എന്നിട്ട് എന്തൊക്കെയാണ് വരുന്നത്? റീസണിങ് ഉണ്ട്, മോട്ടോർ സ്കിൽസ് ഉണ്ട്, ഹയർ ലെവൽ കോഗ്നീഷൻ ഉണ്ട്, എക്സ്പ്രസീവ് ലാംഗ്വേജസ് ഉണ്ട്. ഓക്കെ, റീസണിങ്, മോട്ടോർ, ഹയർ ലെവൽ കോഗ്നീഷൻ ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ്. ഇനി ഇവിടെ പാരറ്റൽ ലോബിലേക്ക് വരുമ്പോഴോ
പ്രോസസ്സിങ് സെൻസറി ഇൻഫർമേഷൻ സച്ച് ആസ് പ്രഷർ, ടച്ച്, പെയിൻ. ടച്ച്, പ്രഷർ, പെയിൻ, TPP. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്, പ്രഷർ, ടച്ച്, പെയിൻ. ദെൻ ടെമ്പറൽ ലോബിലേക്ക് വരുമ്പോൾ ഓഡിറ്ററി കോർട്ടെക്സ് ഉള്ളത് ടെമ്പറൽ ലോബിലാണ്. നമ്മൾ ഓഡിറ്ററിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കണക്ട് ആയിരിക്കുന്നത് ടെമ്പറൽ ലോബിലാണ്. ടെമ്പറൽ ലോബ് എവിടെയാ? ബോട്ടം പോർഷൻ. ദെൻ ഓക്സിപിറ്റൽ ലോബ് ബാക്ക് പോർഷൻ. ബാക്ക് പോർഷനിലാണ് വരുന്നത്. നമ്മൾ അതിൽ മെയിനായിട്ട് പറയുന്നത് വിഷ്വൽ കോർട്ടെക്സിനെ കുറിച്ചാണ്. നമ്മൾ വിഷ്വൽ സ്റ്റിമുലീസ് എല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന നമ്മളെ വിഷ്വൽ കോർട്ടെക്സ് ഇരിക്കുന്നത് ഓക്സിപിറ്റൽ ലോബിലാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തലയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച, നമ്മുടെ സെൻസറി കാര്യങ്ങളൊക്കെ മുടങ്ങും എന്നുള്ളത് ഉറപ്പാണ്. ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഹെൽമെറ്റൊക്കെ ധരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പോലീസിനെ വെട്ടിച്ച് പോകാൻ വേണ്ടിയിട്ടല്ല ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ഒരാൾ എനിക്കും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലാത്ത ആൾ ഇങ്ങനത്തെ നമ്മുടെ എന്താ പറയുക, അത്ര ശ്രദ്ധയില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറ്റിപ്പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ തലയടിച്ച് പോകുന്നു, ഹെൽമെറ്റ് ഇട്ടുണ്ടായിരുന്നില്ല, നേരെ ബാധിക്കുന്നത് എന്തിലേക്കൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളെ സെൻസറി കാര്യങ്ങൾ മുതൽ വലിയ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് ബ്രെയിനിലാണ്. അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇടണം എന്ന് വരെ നമ്മൾ പറയണത് കേട്ടോ. യെസ്, ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഇവിടെ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ദി ലോബിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം. മെയിനായിട്ട് കണ്ടന്റ് ഏറ്റവും ആറ്റി കുറുക്കിയത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളതാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് തുടങ്ങിയത്? നേരത്തെ നമ്മൾ ഫ്രണ്ടൽ ലോബ് എന്നല്ല തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങിയാലോ? യെസ്, ഓക്സിപിറ്റൽ ലോബ് എടുക്കാം. അപ്പോൾ വിഷൻ ആൻഡ് വിഷ്വൽ പ്രോസസ്സിംഗ് ഓഫ് ദി ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ, വിഷൻ ആൻഡ് വിഷ്വൽ പ്രോസസ്സിംഗ്. ഓക്കെ, രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ലിങ്ക് ടു മെമ്മറി ഫോർമേഷൻ. മെമ്മറി ഫോർമേഷനിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഒബ്ജക്റ്റ് ആൻഡ് ഫേസ് ഐഡന്റിഫിക്കേഷൻ. ഒബ്ജക്റ്റ് ആൻഡ് ഫേസ് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കളർ പെർസെപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് പച്ചയാണ്, ഇത് മഞ്ഞയാണ്, ഇത് നീലയാണ്, ഇത് കറുപ്പാണെന്നൊക്കെ നിങ്ങളെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ, കളർ വിഷനൊക്കെ പോസിബിൾ ആക്കുന്ന ഒരു പോർഷൻ, കളർ പെർസെപ്ഷനെ പോസിബിൾ ആക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ നമ്മുടെ ഓക്സിപിറ്റൽ ലോബിൽ ഉണ്ട്. യെസ്, ഇനി ഡിസ്റ്റൻറ്റ് ആൻഡ് ഡെപ്ത് പെർസെപ്ഷൻ. ഡെപ്ത് പെർസെപ്ഷൻ ഈ ഒരു ടേം ഞാനിപ്പോൾ വീണ്ടും പറയാനുള്ള ഇത്ര ഒന്നും കൂടെ എടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെപ്പോലെ CUT ഒക്കെ എഴുതിയ സമയത്ത് ഞാൻ കേട്ടിരുന്ന ഒരു വാക്കാണ്, ഒരു ക്വസ്റ്റ്യനാണ് അത്. നമുക്ക് ഡെപ്ത് പെർസെപ്ഷൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലോബിനെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഡെപ്ത് പെർസെപ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ഓക്സിപിറ്റൽ ലോബ്. യെസ്, ഓക്സിപിറ്റൽ ലോബ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തതോ വിഷ്വോ സ്പേഷ്യൽ പ്രോസസ്സിംഗ്. വിഷ്വലും സ്പേഷ്യലും ആയിട്ടുള്ള കാര്യങ്ങളെ, അപ്പം നമുക്ക് ആ ഒരു വഴിക്ക് ഇങ്ങനെ പോകണം, ഇതാണ് റൂട്ട് മാപ്പ്, ഇതൊക്കെ നമുക്ക് ആ സ്പേഷ്യൽ സാധനങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഓക്സിപിറ്റൽ ലോബാണ്. ഓക്കെ, യെസ്, ഓക്കെ അല്ലേ? യെസ്, ഒന്നും കൂടെ പറയാം. നമ്മുടെ വിഷ്വൽ പ്രോസസ്സിംഗ് വരുന്നുണ്ട്, മെമ്മറി ഫോർമേഷൻ വരുന്നുണ്ട്, ഒബ്ജക്റ്റ് ആൻഡ് ഫേസ് ഐഡന്റിഫിക്കേഷൻ വരുന്നുണ്ട്, കളർ പെർസെപ്ഷൻ വരുന്നുണ്ട്, ഡെപ്ത് പെർസെപ്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്, പിന്നെ വരുന്നതോ വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടെമ്പറലിലേക്ക് പോവാം. ടെമ്പറലിൽ വരുമ്പോൾ ഇമോഷൻ, വിഷൻ, സ്പീച്ച്, മെമ്മറി, ലാംഗ്വേജ്, സ്റ്റിമുലസ് ആൻഡ് ഓഡിറ്ററി റെക്കഗ്നീഷൻ, ഇത് മൊത്തം പ്രോസസ്സ് ചെയ്യുന്നത് ആരാ? ടെമ്പറൽ ലോബാണ്. അപ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? ഇമോഷൻസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ലോബ്? ഏത് ലോബുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇമോഷൻസ് ഒക്കെ? ടെമ്പറൽ ലോബ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കില്ലേ, ഓരോ ഇമോഷൻ വരുമ്പോൾ അങ്ങനെ അർത്ഥം മതി. ഇവിടെ ആരാ ഉള്ളത്? ടെമ്പറൽ ലോബ്. യെസ്, നമുക്ക് ഇമോഷൻസ്, വിഷൻ, സ്പീച്ച്, മെമ്മറി, ലാംഗ്വേജ്, സ്റ്റിമുലസ് ആൻഡ് ഓഡിറ്ററി റെക്കഗ്നീഷൻ വരുന്നത് ടെമ്പറൽ ലോബിലാണ്. ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഡോമിനന്റ് ടെമ്പറൽ ലോബ് വിച്ച് ഇസ് സൈഡ് ഓഫ് ദി മോസ്റ്റ് പീപ്പിൾ ഈസ് ഇവോൾവ്ഡ് ഇൻ വെർബൽ ലേണിംഗ്. വെർബൽ ലേണിംഗ് ആണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് മെമ്മറി ആസ് വെൽ ആസ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ. നമ്മുടെ ഏറ്റവും താഴ്ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഡൊമിനൻറ്റ് ടെമ്പറൽ ലോബ്, ഡൊമിനൻ്റ് ആയിട്ടുള്ള നമ്മുടെ ടെമ്പറൽ ലോബിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്നത്, അവിടെ ഏറ്റവും കൂടുതൽ പ്രോസസ്സ് ചെയ്യുന്ന എന്താണ്? വെർബൽ ലേണിങ്ങും അതുപോലെ ലാംഗ്വേജ് കോംപ്രിഹെൻഷനും മെമ്മറിയും പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് ടെമ്പറൽ ലോബിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഇനി അടുത്തതിലേക്ക് പോവാം. എന്താ നമുക്ക് പരേറ്റൽ നോക്കിയാലോ? പരേറ്റൽ വരുന്ന സമയത്ത് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ഇൻപുട്ട് ഓഫ് പെർസെപ്ഷൻ ഡീൽ ചെയ്യുന്നത് പരേറ്റൽ ലോബാണ്. ഇതിനെങ്ങോട്ട് മാറ്റി വെക്കാം അല്ലേ? യെസ്, അപ്പോൾ നമ്മളിവിടെയോ സൊമാറ്റോ സെൻസറി ഇൻഫർമേഷൻ ഫ്രം ബോഡി സച്ച് എസ്
ടച്ച്, പെയിൻ ആൻഡ് ടെമ്പറേച്ചർ. സൊമാറ്റോ സെൻസറി ഇതെന്താ? സൊമാറ്റോ സെൻസറി ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ നമ്മളിവിടെ പറയണത്? സച്ചസ് ടച്ച്, പെയിന്, പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് ദ പെർസെപ്ഷൻ ഓഫ് limb positions is processed by parietal lobe. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോയതാണ്. ഒന്ന് നോക്കിയേ, മനസ്സിലാവുന്നുണ്ടോ നോക്കിയേ. രണ്ടാമത്തെ പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പരീറ്റലിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടെ ഞാൻ പറയാം. സൊമാറ്റോ സെൻസേഷൻസ്, സൊമാറ്റോ സെൻസറി ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാലോ, സൊമാറ്റോ സെൻസറി പെർസെപ്ഷൻ ഇൻഫർമേഷൻസ്, സൊമാറ്റോ സെൻസറി ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ടച്ച്, പ്രഷർ, ടെമ്പറേച്ചർ, പെയിന് എന്ന് തുടങ്ങിയ ബോഡി പറയുന്ന അത്തരം സെൻസേഷൻസ് എല്ലാം, അതുപോലെ ലിംബിൻ്റെ പൊസിഷൻ ആൻഡ് ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്? പരീറ്റൽ ലോബാണ്. പരീറ്റൽ ലോബ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്നും സാധ്യമാവില്ല. യെസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്? ഫ്രണ്ടൽ ലോബിനെ കുറിച്ചാണ്. അപ്പോൾ ഫ്രണ്ടൽ ലോബിലേക്ക് നമ്മളിങ്ങനെ ബാക്കിൽ നിന്നാണ് വന്നത്. ഓക്സിപിറ്റൽ, ടെമ്പറൽ, പരേറ്റൽ, ദെൻ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഫ്രണ്ടൽ ലോബിലേക്ക് എത്തുന്ന സമയത്ത് റെസ്പോൺസിബിൾ ഫോർ വോളണ്ടറി മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻ്റലക്ട്, സ്പീച്ച് കോമ്പണൻസ്, അതുപോലെ പ്ലാനിങ്, പ്രോബ്ലം സോൾവിങ്. അതായത് ഒരു 21 വയസ്സോടു കൂടിയാണ് നിങ്ങളുടെ ഫ്രണ്ടൽ ലോബ് വളർച്ച പൂർണ്ണമാവുക. അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കാനെത്തുക, അപ്പോഴാണ് നിങ്ങൾ തെറ്റ് ശരികളെ കൂടുതൽ മനസ്സിലാക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുവരെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ടെമ്പററി ആയിരിക്കും, ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഫ്രണ്ടൽ ലോബിൻ്റെ വളർച്ച എപ്പോഴാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും കൂടി പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നേ ഇതാ പ്ലാനിങ് കിടക്കുന്നു, പ്രോബ്ലം സോൾവിങ് കിടക്കുന്നു, ഇമോഷനിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലം സോൾവിങ് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പം അതിനൊക്കെ നമുക്ക് സഹായിക്കുന്നത് ദാ ഈ ഇരിക്കുന്ന ഫ്രണ്ടൽ ലോബാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും സംശയം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ? യെസ്, അങ്ങനെയാണ് ഫ്രണ്ടൽ ലോബ് വരുന്നത്. ദെൻ സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ, എബിലിറ്റി ടു പ്ലാൻ. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ടൽ ലോബ് ഉള്ളത് കൊണ്ടാണ്. ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത്, ഇനീഷ്യേറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി സഹായിക്കുന്നത്, സെൽഫ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, മാനേജ് വൺസ് റെസ്പോൺസസ്, ഒന്നിൻ്റെ റെസ്പോൺസസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് എ ഗോൾ. ഇതിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ഫ്രണ്ടൽ ലോബാണ്. അപ്പോൾ ഫ്രണ്ടൽ ലോബിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? ഫ്രണ്ടൽ ലോബിനെ കുറിച്ച് നമ്മളിതാ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞതോ പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ്, ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രണ്ടൽ ലോബാണ്. അപ്പോൾ അങ്ങനത്തെ ഹയർ കൊഗ്നീഷൻ സാധനങ്ങളൊക്കെ വരുന്നത് ഫ്രണ്ടൽ ലോബിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളോ ടച്ച്, പെയിൻ, പ്രഷറൊക്കെ വരുന്നത് ടെമ്പറൽ ലോബിലാണ്. നമുക്കോ ടച്ച് അതൊക്കെ വരുന്നത് പരേറ്റൽ ലോബിലാണ്. ടെമ്പറൽ ലോബിലേക്ക് വരുമ്പോഴോ ലെഫ്റ്റ് സൈഡിലാണ്. അത് നമ്മുടെ ഓഡിറ്ററി കോർട്ടെക്സുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ലാംഗ്വേജ് ലേണിംഗ്, സ്റ്റിമുലസിനെ ലേൺ ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ഓഡിറ്ററി റെക്കഗ്നിഷൻ ചെയ്യുന്നത്, ഇതൊക്കെ ടെമ്പറൽ ലോബിലേക്ക് വരുന്നു. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമോഷൻ എവിടെയൊക്കെ റെഫർ ചെയ്തിട്ടുള്ളത് നോക്കിയേ. ഇമോഷൻ ഇവിടെ വരുന്നുണ്ട്. ദെൻ നമ്മുടെ ഫ്രണ്ടൽ ലോബിൽ ഒരു ഇമോഷൻ വരുന്നുണ്ട്. കണക്റ്റഡ് ആണ്. യെസ്. ഇനി നമ്മൾ ഓക്സിപിറ്റൽ ലോബിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓക്സിപിറ്റൽ ലോബിലേക്ക് എന്തൊക്കെ വരുന്നുണ്ട്? വിഷ്വല്, ഡെപ്ത് പെർസെപ്ഷൻ, ഡിസ്റ്റൻസ്, ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ, വിഷ്വോ സ്പേഷ്യൽ സാധനങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ആരാണ്? ഓക്സിപിറ്റൽ ലോബാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടും കണ്ടു. അതുപോലെ ഇത് ചുരുക്കി നിങ്ങളുടെ ഏറ്റവും ടു ദ പോയിന്റ് ഫസ്റ്റ് ലൈനിൽ ഫസ്റ്റ് ഡേ നിങ്ങൾ ലോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങുക. ഡീപ്പായിട്ട് ഒരു ലോബിനെ കുറിച്ച് തന്നെ ഫുള്ളായിട്ട് പഠിച്ചിട്ട് പിന്നെ പോയി ബാക്കി ഓരോന്നിനെ പഠിച്ചു വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഫ്രണ്ട് ലൈൻ, ഫസ്റ്റ് ലൈൻ 1 ലൈനിൽ പഠിച്ചു തുടങ്ങുക. ഈ ഒരു 1 ലൈൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡീപ്പായിട്ട് പോകാം. അത് കുറച്ച് ഡീപ്പായിട്ടേ ഉള്ളൂ. ഇനി ഇതിൽ കുറേ കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് പഠിക്കുന്നു, രണ്ടാമത് ഇത് പഠിക്കുന്നു, മൂന്നാമതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ലോബുകളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ലോബുകൾ? 4 ലോബുകളെ കുറിച്ച് പറഞ്ഞു. ഓക്സിപിറ്റലുണ്ട്, പരേറ്റലുണ്ട്, ടെമ്പറലുണ്ട്, ഫ്രണ്ടലുണ്ട്. ഇത് നമ്മൾ 4 നമ്മൾ പഠിച്ചു. എവിടെയാണ് പോർഷൻ വരുന്നത്? ഫ്രണ്ടിൽ, തൊട്ട് പുറകെ പെരേറ്റലുണ്ട്, അതിൻ്റെ പുറകെ ഓക്സിപിറ്റലുണ്ട്, സൈഡ്സിലായിട്ട് ബോട്ടത്തിൽ നമുക്ക് എന്തുണ്ട്? ടെമ്പറൽ ലോബ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് അതിൻ്റെയൊക്കെ മെയിൻ ധർമ്മങ്ങളെന്നും പഠിച്ചു. അപ്പം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് നമുക്ക്
അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അതുവരേക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നോട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.